സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഇഴചേരുന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. പലപ്പോഴും കോൺഗ്രസ്സിന് അത് അന്യം നിൽക്കുന്നു എന്നൊരാക്ഷേപം പലപ്പോഴും അവർ കേൾക്കാറുമുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, KPCCയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക പ്രവർത്തനം സജീവമാക്കുകയാണ്. വളരെ വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താണ് ആ പ്രവർത്തനം സജീവമാകുന്നത്. KPCC സംസ്കാര സാഹിതിയുടെ ചെയർമാൻ CR മഹേഷ് MLA എന്നോടൊപ്പം ഇക്കാര്യങ്ങൾ വിശദമാക്കാനുണ്ട്. ശരിക്കും ഈ കാലത്ത് നാടകമന്യമാകുന്നു എന്ന് പറയുന്നൊരു കാലത്താണ് നാടകത്തെ KPCC തിരിച്ചു പിടിച്ചിരിക്കുന്നത്. മുച്ചുട്ടികളിക്കാരൻ്റെ മകൾ എന്നത് 100 വേദി പിന്നിട്ട് 150ലേക്ക് അടുക്കുന്നു. ശരിക്കും KPCC കേരളത്തിൻ്റെ സാംസ്കാരിക മേഖല പിടിച്ചടക്കുകയാണ്. യഥാർത്ഥ പ്രതിപക്ഷ പ്രവർത്തനമാണ് കലാപ്രവർത്തനം. അത് ഭരിക്കുന്നവർ ആരാണ് എന്ന് നോക്കിയിട്ടല്ല. ഇപ്പം നമ്മുടെ മലയാളികളുടെ പ്രധാനമായിട്ടും ഒരു കാഴ്ചപ്പാട്, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അത് VD സതീശനാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയാണ്, പ്രതിപക്ഷ മുന്നണിയാണ്. കലാപ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും ഒരു പ്രതിപക്ഷ പ്രവർത്തനമാണ്. ഈ വർത്തമാന കാലത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിലാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ തമ്മിലടിപ്പിക്കുന്നതും അകറ്റുന്നതും. അങ്ങനെ മനുഷ്യ മനസ്സുകളെ അകറ്റുമ്പോൾ മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ്, ഏറ്റവും വലിയൊരു പ്രതിരോധമാണ് സാംസ്കാരിക പ്രവർത്തനവും കലാപ്രവർത്തനവും എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട, പൂർണ്ണമായും കോൺഗ്രസിൻ്റെ ഇപ്പോൾ KSU കോൺഗ്രസ് പോലൊരു പോഷക സംഘടനയാണ് സംസ്കാര സാഹിതി എന്നവകാശപ്പെടാൻ സാധിക്കില്ല. എല്ലാവരും ആ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും സ്വതന്ത്രമായ കാഴ്ചപ്പാടായിരിക്കും എന്നുള്ളതാണ് സംസ്കാര സാഹിതിയുടെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത. അങ്ങ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ ഒരു നാടകം നടത്തി ഭരണമുണ്ടാക്കിയ സർക്കാരാണ്, അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോഴും ഭരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ KPSC എന്ന് പറയുന്ന നാടക പ്രസ്ഥാനം മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. അവർ ആദ്യമായി 57 ആദ്യമായി ജനാധിപത്യത്തിലൂടെ, ബാലറ്റിലൂടെ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് നിമിത്തമായത് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന KPSCയുടെ നാടകമാണ്. അത്രയേറെ മലയാളത്തിൻ്റെ മണ്ണ് ഈ ശുദ്ധമായ കലയുമായി ഇഴുകിച്ചേർന്ന് നടക്കുകയാണ്. സിനിമയിൽ ലഭിക്കുന്ന താരമൂല്യങ്ങളും പത്രാസും ആർഭാടവും ആഡംബരവും ഒന്നുമില്ലെങ്കിലും നാടകത്തെ മലയാളികൾ മറയില്ലാത്ത ഒരു കലാരൂപമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും അങ്ങ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കൂ. ഇപ്പോഴും അവതരിപ്പിക്കുന്ന നാടകത്തിൻ്റെ പ്രേക്ഷകർ സമൂഹത്തിലെ വരേണ്യവർഗമല്ല, ഏറ്റവും പാവപ്പെട്ട പട്ടിണി പാവങ്ങളാണ് നാടകം കാണാൻ വരുന്ന പ്രേക്ഷകർ. അവൻ അഭിനേതാക്കൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുകയും, അഭിനേതാക്കൾ കരയുമ്പോൾ അവൻ അറിയാതെ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയും, അഭിനേതാക്കൾ നമ്മളെ ചിന്താധാരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ ആ ധാരയിലേക്ക് കടന്നു പോവുകയും, നാടകം കഴിഞ്ഞ് വീണ്ടും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും ആ നാടകത്തിലെ പ്രമേയം അവൻ്റെ മനസ്സിലിട്ട് താലോലിക്കുകയും, അങ്ങനെയാണ് കേരളത്തിൽ അന്ധവിശ്വാസത്തിനെതിരായി, അനാചാരത്തിനെതിരായി, ആരാധനയ്ക്ക് വേണ്ടി, മാറുമറയ്ക്കാൻ വേണ്ടി, വഴി നടക്കാൻ വേണ്ടി ഒരു വലിയ വിപ്ലവം തീർത്തത്, നാടിനെ നവീകരിച്ചത് നാടക പ്രസ്ഥാനങ്ങൾക്കാണ്. അതും ഞങ്ങൾക്കൊരു തിരിച്ചറിവാണ്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് ആരാധനാലയങ്ങളുടെ ഭരണം പോലും ചില ആളുകൾ, ചില തൽപരരക്ഷികൾ ഏറ്റെടുത്തോടുകൂടി നാടകത്തെ പോലും പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ്. അങ്ങനെ അനാഥമാക്കപ്പെട്ട, അല്ലെങ്കിൽ സിനിമയിൽ വരെ താരമൂല്യമുള്ള ആളുകളെ സമ്മാനിച്ച ഈ നാടകത്തെ അവർ പോലും മറന്ന് വല്ലാതെ കിതച്ചു നിൽക്കുന്ന ഈ കാലത്താണ് സംസ്കാര സാഹിതി മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്നുള്ള ഒരു നാടകം എടുത്തത്. അതിന് പറയുമ്പോൾ പ്രധാനമായും കലയിൽ പോലും താരങ്ങളുടെ പോലും ജാതിയും മതവും ചെയ്യുന്ന കാലമാണ്. ഞങ്ങൾക്ക് പറയാം, കൂടുതലും ക്ഷേത്രങ്ങളിലാണ് കളിക്കുന്നത്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പൂർണ്ണമായും മലബാർ ശൈലിയിലുള്ള ഒരു മുസ്ലിം കൾച്ചറിലുള്ള ആദ്യ അവസാനം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവതരിപ്പിക്കുന്ന നാടകമായിട്ട് കൂടി ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഒഴുക്കിനെതിരായി നീന്തി മുച്ചീട്ട് കളിക്കാരൻ്റെ മകളെന്ന നാടകം 250 സ്റ്റേജ് ആവാൻ പോവുകയാണ്. ഈ നാടകം പണ്ട് വളരെ സജീവമായി രാഷ്ട്രീയക്കാർ കൊണ്ടുനടന്നെങ്കിലും പുതിയ കാലത്ത് PR വർക്കിൻ്റെ ഭാഗമായി റീൽസ്, ഷോർട്ട് ഫിലിമുകൾ ഒക്കെ ആണെങ്കിൽ പഴയ കാലത്ത് തിരിച്ചു പിടിക്കുക കൂടിയാണ് സംസ്കാര സാഹിതി ചെയ്തിരുന്നത്. ശരിക്കും ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണ്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ ഒഴുക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമൂഹവും തമ്മിൽ ചേമ്പലയും വെള്ളവും പോലെ കിടക്കുകയാണ്. ഒരു പിടുത്തമില്ല നിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. ഇപ്പോഴത്തെ ഒഴുക്ക് ജാതിയിലേക്കാണ്, ഇപ്പോഴത്തെ ഒഴുക്ക് മതത്തിലേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് 100% ബോധ്യമുണ്ട്, സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്, നാടക പ്രവർത്തനം എന്ന് പറയുന്നത്, കലാപ്രവർത്തനം എന്ന് പറയുന്നത്
ഒഴുക്കിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മതപ്രഭാഷണ പരമ്പരയ്ക്ക് കിട്ടുന്ന പിന്തുണ, ഒരു സപ്താഹയജ്ഞത്തിന് കിട്ടുന്ന സഹായം, ഒരു സുവിശേഷ പ്രസംഗത്തിന് കിട്ടുന്ന കയ്യടി അല്ലെങ്കിൽ അതിന് കിട്ടുന്ന സഹായം നാടക പ്രസ്ഥാനങ്ങൾ കിട്ടില്ല, കലാപ്രസ്ഥാനങ്ങൾ കിട്ടില്ല, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ കിട്ടില്ല. ഈ രാജ്യം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പരിച്ഛേദമാണ് ഞാനിപ്പോൾ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം ഒഴുക്കിനെതിരായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ ഒഴുക്കിനെതിരായി നീന്തിയാണ് മുച്ചിട്ടളിക്കാരൻ്റെ മകൾ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് 250 അടുക്കുന്നത്. ഈ 23-ാം തീയതി ഈ നാടകത്തെ തിരുവനന്തപുരത്ത് വലിയ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. ശരിക്കും സി ആർ മഹേഷ് ഇതിൻ്റെ ചുമതലയിലേക്ക് വന്നതിന് ശേഷം കുറച്ചുകൂടെയൊക്കെ സജീവമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഈ സാംസ്കാരിക പ്രവർത്തനമാണ്. താങ്കൾ ചെണ്ടയടിക്കും, നാടകത്തിൽ അഭിനയിക്കും, സാംസ്കാരിക പ്രവർത്തനം, ഒടുവിൽ ഓച്ചിറയിലെ 28-ാം ഓണം പോലും അതിനു വേണ്ടിയിട്ട് പോലും നിയമസഭയിൽ ഘോരമായി പ്രസംഗിച്ച ഒരാളാണ്. ശരിക്കും ഉള്ളിലുള്ള സാംസ്കാരിക പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് കൂടി ഒരു പ്രചോദനമായത്. അതായത് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമാകുന്നതിന് മുമ്പേ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ നാടകത്തെയാണ്, കലാപ്രവർത്തനത്തെയും സാംസ്കാരിക പ്രവർത്തനത്തെയുമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തെ സജീവമായതോടുകൂടി എൻ്റെ ആ അടങ്ങാത്ത മോഹം എൻ്റെ മനസ്സിൽ ഇങ്ങനെ അടങ്ങിക്കിടക്കുകയായിരുന്നു. ഒരിക്കൽ പോലും എന്നെ സംബന്ധിച്ച് ഇനി എനിക്കൊരു സ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഒരു അധികാരത്തിന് വേണ്ടിയിട്ട് കലയെ ഉപയോഗിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഞാനിപ്പോൾ രാഷ്ട്രീയമായി 100% സംതൃപ്തിയാണ്. എനിക്ക് കിട്ടിയ ചുമതല ഞാൻ പരമാവധി ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പം അങ്ങനെ, പക്ഷെ ഞാൻ നാടകത്തെ മറന്നില്ല, ഞാൻ കലയെ മറക്കുന്നില്ല. ഈ സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള എൻ്റെ ഒരു ആയുധമായിട്ടാണ്, ഒരു സംരക്ഷണ കവചമായിട്ടാണ് കലയെയും സാഹിത്യത്തെയും കാണുന്നത്. അതെൻ്റെ ഒരു ആരെയും ബോധ്യപ്പെടുത്താനല്ല, സ്വയം നവീകരിക്കുവാനും എൻ്റെ ഒരു മാനസിക സംതൃപ്തിക്കുവാനും. അപ്പോൾ അങ്ങൊരു പാട്ട് കേൾക്കുമ്പോൾ അങ്ങേക്കൊരു സന്തോഷം വരില്ലേ, ഒരു നല്ല പുസ്തകം വായിക്കുമ്പോൾ അങ്ങേക്കൊരു സന്തോഷം വരില്ലേ. പിന്നെ ചാപ്പ കുത്തുന്നത് പോലെ കോൺഗ്രസ്സുകാരെല്ലാം മടിയന്മാരാണ്, അല്ല കോൺഗ്രസ്സുകാരും പുസ്തകം വായിക്കത്തില്ല. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പുസ്തകം വായിച്ചിട്ടുള്ള നേതാവ് ജവഹർലാൽ നെഹ്റുവാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നെഹ്റുവിനോളം വായിച്ച ഒരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ നെഹ്റുവിനോളം വായിച്ച ഒരു മനുഷ്യൻ നെഹ്റുവിന് ശേഷവും ഉണ്ടായിട്ടില്ല, നെഹ്റുവിന് മുമ്പും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ, അദ്ദേഹം ഏറ്റവും അവസാനം വായിച്ച പുസ്തകം നിങ്ങൾ വിളിച്ചു തിരക്കൂ. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ DYFIയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ ബുദ്ധിജീവികളെന്ന് നടിക്കുന്ന ആളുകളുടെ നേതാക്കൾ, അവരൊക്കെ വായിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ രമേശ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നത്. എല്ലാ കോൺഗ്രസുമായി എത്രയോ ആളുകളാണ്, എത്രയോ എഴുത്തുകാരാണ് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ എഴുത്തുകാർ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സാംസ്കാരിക പ്രവർത്തനത്തിന് ഒരു ഏറ്റുമുട്ടലിന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, തയ്യാറുമില്ല. ഒരുമിച്ച് നീങ്ങേണ്ടുന്ന, ഈ തലത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന കാലത്തിൻ്റെ ആവശ്യമാണ്. സാധാരണഗതിയിൽ കോൺഗ്രസിന് ചാനലുണ്ട്, പത്രമുണ്ട്, സാംസ്കാരിക പ്രവർത്തനമുണ്ട്. ഇതൊക്കെ നടത്തുന്ന ആളുകൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, പാർട്ടിയിൽ നിന്ന് പിന്തുണ ലഭിക്കാതെ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും തടസ്സം നേരിടുന്നതെന്ന്. ഈ സംസ്കാര സാഹിത്യയുടെ അമരത്തെത്തിയതിനു ശേഷം സി ആർ മഹേഷിന് ഇത്തരം ഒരു പരാതിയുണ്ട്. ഇല്ല, പാർട്ടിയെ ചാരി നിന്ന് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇത് കലാപ്രവർത്തനമാണ്. ഇതിനൊരു ഒരു നാടകം 2 മണിക്കൂർ ഇരുന്ന് കാണുന്നത് ഒരു കലാപ്രവർത്തനമാണ്. നാടകം കാണുന്നത് പോലും ഒരു രാഷ്ട്രീയമാണ്. സിനിമയ്ക്ക് ഇൻഷൽ ചേർക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജാനകി എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തിറക്കാൻ അന്തരീക്ഷത്തിൽ നിന്ന് അവസാനം മനുഷ്യനെ ഇൻഷൽ ചേർക്കുന്നത് പോലെ വി ജാനകി എന്ന് ചേർക്കേണ്ടി വന്നു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് പരാതി എന്ന് പറയുന്നത് ഞങ്ങളുടെ അജണ്ടയിലില്ല. ഞങ്ങൾ കോൺഗ്രസിനെ പോലും ചാരി നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ KC വേണുഗോപാൽ പറഞ്ഞത് പൂർണ്ണ സ്വതന്ത്രമായി ഈ സംഘടനയെ വിട്ടുതന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക്, ഞങ്ങളുടെ നിലപാടുകൾക്ക്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിൻ്റെ കൂച്ചുവലങ്ങൾ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സഹായം പറ്റാനും താല്പര്യമില്ല. ഈ സംസ്കാര സാഹിത്യ നാടകത്തിന് മുൻഗണന കൊടുക്കുമ്പോൾ മറ്റെന്തൊക്കെ സാംസ്കാരിക പ്രവർത്തനങ്ങളാണ്? ഇപ്പോൾ ജനുവരി 1-ാം തീയതി മുതൽ സംസ്കാര സാഹിത്യ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്ഷരജില്ല എന്നറിയപ്പെടുന്ന കോട്ടയത്ത് ഒരു മഹാപുസ്തക പ്രദർശനം, പുസ്തകമേള ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. പിന്നെ സംസ്കാര സാഹിത്യയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും തിരുവാതിര, കൈകൊട്ടിക്കളി, അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന മാർഗംകളി, മലബാർ കലകൾ, മാപ്പിള കലകൾ, ഒപ്പന ഉൾപ്പെടെയുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സഹോദരിമാരുടെ ഗ്രൂപ്പുണ്ടാക്കി എല്ലാ പഞ്ചായത്തുകളിലും അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കുകയാണ്. 100 വായനശാലകൾ കേരളത്തിൽ ഒരുപോലെ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യത്തെ വായനശാല ശാസ്താംകോട്ടയിൽ അന്തരിച്ചു പോയ മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയങ്കരനായ നടൻ
പ്രേം നസീറിൻ്റെ സർക്കാർ പോലും പ്രേം നസീറിന് വേണ്ടുന്ന സ്മാരകം നിർമ്മിച്ചിട്ടില്ല എന്നൊരു പരാതി നിൽക്കുമ്പോൾ പ്രേം നസീറിന് വേണ്ടി ഞങ്ങൾ ആദ്യത്തെ വായനശാല ആരംഭിക്കുന്നു. ആ വായനശാലയ്ക്ക് വേണ്ടി പുസ്തകം സമാഹരിക്കുന്നത് ഏതെങ്കിലും ഒരു മുതലാളിയുടെ കയ്യിൽ നിന്നല്ല, കേരളത്തിലെ വായനക്കാരിൽ നിന്നും പുസ്തക വണ്ടി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലൂടെ നാട്ട് വഴികളിലൂടെ നാൽക്കവലുകളിലൂടെ വീടുകളിലൂടെ സഞ്ചരിച്ച് ഓരോരുത്തരും തരുന്ന അവരുടെ അധ്വാനത്തിൻ്റെ, അവരുടെ വായനയുടെ, അവരുടെ പ്രതീക്ഷയുടെ, അവരുടെ കണ്ണുനീരിൻ്റെ ഒക്കെ ആ സാംശീകരിച്ച് ആ പുസ്തകം സമാഹരിച്ചുകൊണ്ടാണ് പുസ്തക വണ്ടി നടത്തുന്നത്. അതിലൂടെയാണ് വായനശാലകൾ ആരംഭിക്കുന്നത്. ഒറ്റ ചോദ്യം കൂടി, നിങ്ങൾ കഴിഞ്ഞ ദിവസം പരിപാടി അറിയിച്ചുകൊണ്ടുള്ള പ്രസ് റിലീസിനകത്ത് പറഞ്ഞൊരു പരാമർശമുണ്ട്. വേദിയിൽ കൂടുതൽ ആളുകളില്ലാത്ത, സദസ്സിൽ ഒരുപാട് ആളുള്ള, വേദിയിൽ ഒരാൾ മാത്രമുള്ള രീതിയായിരിക്കും സംസ്കാര സാഹിത്യക്കുന്നത്. ശരിക്കും കോൺഗ്രസിനെ കൂടി പാഠം പഠിപ്പിക്കാനാണോ ഇത്? തീർച്ചയായിട്ടും കോൺഗ്രസിനുൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അനുകരിക്കാനുള്ള ഒരു സിലബസാണ് ഞങ്ങൾ സംസാര സാധ്യതയുടെ മുമ്പോട്ട് വെക്കുന്നത്. സംസ്ഥാന ക്യാമ്പ് ചരൽക്കുന്ന് നടന്നു, ഇപ്പോൾ ഇവിടെ ക്യാമ്പ് നടക്കുന്നു. ഒരധ്യക്ഷൻ, ഒരു ഉദ്ഘാടകൻ, അവർ മാത്രമേ വേദിയിലുള്ളൂ. ഒരു നീണ്ട പ്രസംഗ മാമാങ്കം സംസ്കാര സാഹിത്യയുടെ പരിപാടിയിലില്ല. ഇവിടെ വരുന്ന പ്രതിനിധികൾ 500 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന പ്രതിനിധികൾക്ക് മാത്രമാണ് പ്രവേശനം. ഞങ്ങളുടെ മെമ്പർഷിപ്പിന് 500 രൂപയാണ്. 500 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് അംഗമാകുന്ന ഒരു കലാകാരന് അടിയന്തര വൈദ്യസഹായമായി 10,000 രൂപ അപ്പോഴേ അനുവദിക്കും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഇത് അടുക്കും ചിട്ടയോടും കൂടി പോകുന്ന ഒരു സംഘടനയാണ്. ഇവിടെ വരുന്ന മുഴുവൻ പ്രതിനിധികൾക്കും അഭിപ്രായം പറയാം. അവരുടെ അഭിപ്രായം കേൾക്കാനാണ് നമ്മളിരിക്കുന്നത്. അല്ല നമ്മൾ പറയുന്ന രാപകൽ പ്രസംഗ സപ്താഹം നടത്താനല്ല. അവർക്ക് പറയാനുള്ള, പ്രതിനിധികൾ പറയുന്ന മുഴുവൻ അഭിപ്രായങ്ങളും, ഞാൻ കുറച്ച് സമയം കുറവുള്ള ആളാണ്, പക്ഷേ എൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പൂർണ്ണമായി ഇവിടെ ഇരുന്ന് ഈ പ്രതിനിധികൾക്ക് പറയാനുള്ളത് കേൾക്കുക. ഈ കാലഘട്ടത്തിൽ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംസ്കാര സാഹിത്യയുടെ ക്യാമ്പ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പാണ്. കോൺഗ്രസിൻ്റെ സംഘടനയാണ് സംസ്കാര സാഹിത്യമെങ്കിലും കോൺഗ്രസിൻ്റെ ചുമരുകൾക്കകത്ത് ഒതുങ്ങാനല്ല അവരുടെ പദ്ധതി. വിശാലമായി പടർന്നു പന്തലിക്കാനാണ്. സാംസ്കാരിക ലോകം കീഴടക്കി പുതിയൊരു രാഷ്ട്രീയ മുഖം നൽകാനാണ്. അതിനാണ് CR മഹേഷിൻ്റെ നേതൃത്വത്തിൽ സംസ്കാര സാഹിതി സജീവമാകുന്നത്. ക്യാമറ പേഴ്സൺ ലയേഷ് കാഞ്ഞിക്കാവിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.